ഞാനാണ്. സൺ വൂക്കോങ് എന്ന മങ്കി കിങ്. അന്ന് ഞാൻ അറിഞ്ഞു ബുദ്ധമത ഗ്രന്ഥങ്ങൾ എത്ര ഉപയോഗശൂന്യമാണെന്ന്. അവർക്ക് ഈ ലോകത്തിന്റെ വേദന സുഖപ്പെടുത്താൻ കഴിയില്ല. നിങ്ങളല്ലേ മങ്കി കിങ്, ലോകത്തിലെ ഏറ്റവും മികച്ച യോദ്ധാവ്, ദുരിതങ്ങളെല്ലാം മാറ്റി സ്വർണ്ണ ദണ്ടുകൊണ്ട് പോരാടുന്നവൻ. ഓ, അങ്ങനെയാണോ അവർ നിന്നോട് പറഞ്ഞിരിക്കുന്നത്? അനീതി കടലിലെ തിരമാലക പോലെയാണ്. അത് വരുന്നു പോകുന്നു, പോകുന്നു വരുന്നു. ദൈവങ്ങളുടെ ഓരോരോ ആജ്ഞകൾ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാണ് ചെയ്യുന്നത്. ഞാൻ കാലങ്ങളായി ശ്രമിച്ചിട്ട് ഒന്നിനും ഒരു മാറ്റവും ഉണ്ടായില്ല. നിന്നെ പോലെ തന്നെ എന്നെ കൊണ്ടും ഈ ലോകത്തിന് ഒരു ഉപയോഗവുമില്ല. ശത്രുക്കളിൽ നിന്ന് ഓടി ഒളിക്കുന്നവനാണെന്നാവും വിചാരിക്കുന്നത്. ഞാൻ ക്ഷീണിതനാണ്. എന്റെ ദണ്ഡെവിടെയാണെന്ന് എനിക്കറിയില്ല. ലൂയിൻഷാൻ, ഡ്രാഗൺ കിങ്ങിന്റെ കയ്യിലുള്ള ചുവന്ന റിബൺ വെറും ഒരു വസ്ത്രമല്ല, അത് നിന്റെ ഒരു ആയുധമാണ്. ഈ ഗുഹ കിഴക്കൻ കടലിലേക്കാണ് നയിക്കുന്നത്. കടലിന്റെ അടിയിലെ വെള്ളച്ചാട്ടത്തിലാണ് ഡ്രാഗൺ കിങ്ങിന്റെ മനോഹരമായ കൊട്ടാരമുള്ളത്. അവിടെയാണ് നദിയിലെ ഡ്രാഗനുകളെ തടവിലാക്കി വെച്ചിരിക്കുന്നത്. അവരുടെ ശക്തി ഉപയോഗപ്പെടുത്തി ഡ്രാഗൺ പേർലിനെ ശക്തമാക്കുകയാണ്. എന്നാൽ നദിയിലെ ഡ്രാഗനുകൾക്ക് അതിജീവിക്കാൻ ശുദ്ധജലം ആവശ്യമാണ്. അതുകൊണ്ടാണല്ലേ അവൻ ഡോങ്ഹയിലെ വെള്ളം മോഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ നേഷായുടെ സ്കൈ റിബൺ ഉപയോഗിച്ചാണ് അവൻ ഡ്രാഗണുകളെ ബന്ദിയാക്കിയിരിക്കുന്നത്. എന്തവസ്ഥയാണല്ലേ ലീംഷാൻ? അതിന് നീ എന്ത് ചെയ്യാനാണല്ലേ? നിനക്ക് ആ സ്കൈ റിബൺ ഉപയോഗിക്കാൻ കഴിയില്ല, കാരണം നീ നേഷായല്ല. ഞാൻ നേഷ അല്ലെന്നോ? നീ ആരെങ്കിലും കൊല്ലാൻ തുനിയുമ്പോൾ നിന്റെ പുറകിൽ അവന്റെ രൂപം തെളിയും. എന്നാൽ നീ മറ്റുള്ളവരെ സഹായിക്കാൻ നോക്കുമ്പോൾ അവന്റെ ഒരു നിഴല് പോലും കാണുന്നില്ലല്ലോ. പറഞ്ഞിട്ടെന്താ കാര്യം? സ്വന്തം മാതാപിതാക്കളെ തന്നെ കൊല്ലണമെന്ന് ആഗ്രഹിച്ച അവന് മറ്റുള്ളവരെ സഹായിക്കാൻ എന്ത് താല്പര്യമാണുള്ളത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നീ നേഷായല്ല.